ഹലോ, അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഒന്ന് രാവിലെ തന്നെ നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി മെയിനായിട്ട് ഉണ്ടാക്കാൻ കാരണം ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ലീവായതുകൊണ്ടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ലീവുള്ള ദിവസങ്ങളിലായിട്ട് കൂടുതൽ ഈ സാധനം ഉണ്ടാക്കാറ്. മറ്റേ നല്ല മെനക്കെട്ട പണിയാണല്ലോ ഇതുണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്കൂളില്ലാത്ത ദിവസം നോക്കിയിട്ട് ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ കറിയും വേണം കേട്ടോ. ഇതുപോലെ ചിക്കൻ കറി എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കറി എന്തെങ്കിലും വേണം, എന്നാലേ ഈ ചപ്പാത്തി പോകുള്ളൂ കേട്ടോ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഏതായാലും എല്ലാവരും കൂടി ചായ കുടിക്കാനൊക്കെ ഇരുന്ന് ചായ കുടിച്ചതിന് ശേഷം നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത്. പിന്നെ മോളെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ, അപ്പോൾ എന്നെ കാണിക്കാനായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പോൾ തിരൂരുള്ളൊരു ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടുള്ളവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് അവിടെ ഒരുപാട് നേരം ഇരുന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഡോക്ടർ അഡ്മിറ്റ് ആയവരെ കാണാൻ പോയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 11:30 ടൈമിലൊക്കെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയത്. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ ഡോക്ടർ വന്ന പാടെ ഞങ്ങളെ നോക്കി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മരുന്നും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. അവിടുന്ന് ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരൂരുള്ള ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഷിഹാബ് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത്. രണ്ടാളും കൂടി അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഏകദേശം 12 മണിയൊക്കെ ആയല്ലോ. അപ്പോൾ വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മന്തി കഴിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. സോഫി മന്തിയിൽ ഞങ്ങൾ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല കേട്ടോ, തിരൂർ വന്നതിന് ശേഷം. അപ്പോൾ ഏതായാലും അവിടെ കയറിയതിന് ശേഷം മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയപ്പോഴും ഹോസ്പിറ്റലിൽ പോയ അതേ അവസ്ഥയായിട്ട് ഒരുപാട് നേരം അവിടെയും പോസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ചെന്നതുകൊണ്ട് അവിടെ ഒരു 12:30 ആ ഒരു ടൈമിലെ ഫുഡ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. ഏതായാലും അതിനായിട്ട് വന്നതല്ലേ, അപ്പോൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് ഹണി ചിക്കനും മന്തി റൈസും ആയിരുന്നിട്ടാണ് ഓർഡർ ചെയ്തിരുന്നത്. സംഭവം നല്ല കിടിലുണ്ട്, എല്ലാവരും പറയുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ കഴിച്ച് അവിടെ ഇറങ്ങി ഞങ്ങൾ വീട്ടിലോട്ടുള്ള ഇതിലാണ് കേട്ടോ. സംഭവം നല്ല അടിപൊളിയുള്ള ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറയാമായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് പറയുന്ന പോലെ തന്നെ നല്ല ഫുഡ്. നമ്മൾ ഇതിൻ്റെ ക്രൗഡും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടുള്ളായിരുന്നു. നമ്മൾ സംഭവം പോയിട്ട് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അഭിപ്രായം അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഏതായാലും വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ രാവിലെ മുതൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണതുകൊണ്ട് നേരത്തെ എണീക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കിടന്ന് എണീറ്റതിന് ശേഷം വൈകുന്നേരം പിന്നെയുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാനും പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ഒരു ഗ്യാപ്പ് വന്നതിൻ്റെ കാരണം നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് മാത്രം കാണിക്കുമ്പോൾ നമുക്കതൊരു ബോറടിക്കൂലേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്നും ആ ഒരു വീഡിയോസ് തന്നെ ഇടാത്തത് കേട്ടോ. പുറത്ത് പോകണമെങ്കിലൊക്കെ അങ്ങനെ വീഡിയോസ് എടുക്കാൻ വിചാരിച്ചിട്ടാണ് എന്നും ഇടാത്തത്. അപ്പോൾ ഏതായാലും വൈകുന്നേരം ആയപ്പോൾ നല്ല പഴംപൊരിയും ചായ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതും കുടിച്ച് ഇന്നത്തെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.